ശ്രീ വി കെ പ്രശാന്തി രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നിരുപൻ ചക്രവർത്തി വിശദീകരിച്ചത്. ആ നിലയിൽ തന്നെയായിരിക്കും ക്രമീകരണം. അങ്ങേക്ക് പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതാകാം. ഒപ്പം കൂടി അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ടണലിനുള്ളിലേക്ക് സ്കൂബ ടീം അംഗങ്ങൾ പലതവണ കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓരോ നിശ്ചിത മീറ്ററിലേക്കാണ് അവർ ആദ്യം എത്തിയിരുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് ഉള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. പൂർണ്ണമായും എത്തിച്ചേരാൻ ഇനി എത്രമാത്രം ഏരിയ ബാക്കിയുണ്ട്? ഒരുപക്ഷെ ജോയി അതിനുള്ളിൽ ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിൽ. എന്നാൽ സ്കൂബ ടീം അംഗങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഏരിയ ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്താണ്. മേയർ ഉൾപ്പെടെയുള്ള, കളക്ടർ ഉൾപ്പെടെയുള്ള, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂബ ടീം സാങ്കേതികമായി എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ചൈത്രം ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കുള്ള മാൻ ഹോളുകളിൽ നിന്നുമായി സാങ്കേതികമായി അവർ മുഴുവൻ ദൂരവും പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ താഴെ അടിഞ്ഞിരിക്കുന്ന ചെളിയും മുകളിലുണ്ടായിരിക്കുന്ന മാലിന്യത്തിൻ്റെയും ഇടയിൽ കൂടിയുള്ളൊരു പാത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അപ്പോൾ ആ പരിശോധനയിൽ അവർക്ക് വേണ്ടത്ര പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ചെളിയും കെട്ടിക്കിടക്കുന്ന മാലിന്യവും അടക്കം മാറ്റിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങളിലേക്കും അല്ലെങ്കിൽ പരിശോധനകളിലേക്കും പോകാൻ വേണ്ടി കഴിയൂ. ഇപ്പം നേവിയുടെ ടീം അടുത്ത 1 മണിക്കൂറിനകത്ത് ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നൊരു കാര്യം. രണ്ടാമത് തടയണ കെട്ടിക്കൊണ്ട് ഇതിലേക്ക് ഒരു ഫ്ലഷിംഗ് മെത്തേഡിലേക്ക് വെള്ളം ശക്തിയായി കൊണ്ടുവന്ന് മാലിന്യവും എന്തെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജോയിയെ ഉൾപ്പെടെ അതിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ചെറിയ മഴ പെയ്യുന്നൊരു സാഹചര്യത്തിൽ നഗരത്തിൽ വെള്ളം കിട്ടാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലാക്കി കൊണ്ടുവേണം അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും എല്ലാ സംവിധാനവും ഇപ്പോൾ സർക്കാർ രാവിലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പങ്കെടുത്തു. ഇന്നിപ്പോൾ വൈകുന്നേരം റെയിൽവേയുടെ തന്നെ DRM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഏകോപനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നഗരസഭയുടെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു ഇറിഗേഷൻ കനാലാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ അനന്ത കാലഘട്ടത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസനെ ചെയർമാനാക്കിക്കൊണ്ട് അതിൻ്റെ CEO ആക്കിക്കൊണ്ടാണ് അന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത്. അന്ന് ജിജി തോംസൺ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ട് ആവശ്യം വേണ്ടുന്ന കത്തിടപാടുകൾ നടത്തി അനുവാദം വാങ്ങിയിട്ടാണ് ഓപ്പറേഷൻ അനന്ത നടത്തിയത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. കാരണം റെയിൽവേയുടെ അധീനതയിലുള്ളൊരു ഭൂമിയിൽ നഗരസഭയ്ക്കോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കോ കയറി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ വേണ്ടി കഴിയില്ല. റെയിൽവേയുടെ NOCയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കിട്ടിയാൽ മാത്രമേ അത്തരം പണികൾ ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അത് ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അനുവാദം വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്ത് നൽകിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജോയി ഈ ശുചീകരണ പ്രവൃത്തി ഏർപ്പെട്ടത്. അങ്ങനെയാണ് അപ്പോൾ പെയ്ത ഒരു അവിചാരിതമായിട്ടുള്ള മഴയിൽ ജോയി ഒലിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടായത്. എന്തു തന്നെയായാലും ഒരു കോർഡിനേഷൻ ഈ കാര്യങ്ങളിൽ വേണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിളിച്ചു പറയൽ കൂടിയാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അത് നഗരസഭയായിക്കോട്ടെ, മൈനർ ഇറിഗേഷൻ ആയിക്കോട്ടെ, മേജർ ഇറിഗേഷൻ ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഇൻലാൻഡ് നാവിഗേഷൻ ആയിക്കോട്ടെ, വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയൂ. റെയിൽവേ അധികാരികൾ കൃത്യമായ ഇടവേളകളിൽ ഈ കനാൽ ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവരുകൂടി ഏറ്റെടുക്കണം. കാരണം 10,000-കണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിനുകൾ കടന്നു പോകുന്നത് ഈ കനാലിന് മുകളിൽ കൂടിയാണ്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. പക്ഷേ അല്പം മുമ്പാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഈ അപകടം നടന്ന ശേഷമുള്ള ആദ്യമായി ഒരു പ്രതികരണം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത തേടുകയാണ് ഞാൻ അങ്ങയോട്. അതിലേറ്റവും പ്രധാനമായി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത്, ഇപ്പോൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മൾ കാണുന്ന ഈ മാലിന്യം മുഴുവനായും അതിലൊന്നുപോലും റെയിൽവേയുടെ ഏതെങ്കിലും അനാസ്ഥ കൊണ്ടുണ്ടായതല്ല. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്
കുന്നുകൂടിയത് ആ നിലയിലല്ല. അതായത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഒഴുകി മാലിന്യം റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തേക്ക് ഡംപ് ചെയ്യുകയാണ്. കോർപ്പറേഷൻ കൃത്യമായി മറ്റിടങ്ങളിൽ മാലിന്യം നീക്കാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. റെയിൽവേ കൃത്യമായി അവിടെ ശേഖരിക്കപ്പെടുന്ന ഖരമാലിന്യം മറ്റൊരു തരത്തിൽ അത് നീക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ അടിഞ്ഞുകൂടിയിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കരുതേണ്ടത്? കോർപ്പറേഷൻ ഈ ഭാഗത്തൊന്നും മാലിന്യം മാറ്റിയിട്ടില്ല എന്നതാണോ? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇപ്പോൾ ഇവിടുന്ന് കോരിയ മാലിന്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് റെയിൽവേയിൽ ഉപയോഗിക്കുന്ന നീരിൻ്റെ കുപ്പിയും മറ്റ് പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ സംഗതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ അകത്ത് എന്ത് മാലിന്യ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഖരമാലിന്യം കൈകാര്യം ചെയ്യാൻ ഇവിടെ സംവിധാനമുണ്ടോ? ദ്രവമാലിന്യം കൈകാര്യം ചെയ്യാൻ ഇവിടെ സംവിധാനമുണ്ടോ? അപ്പോൾ ഇതൊന്നുമില്ല. ആകെ ഉള്ളത് നമ്മുടെ പാർക്കിംഗ് സ്പേസിനകത്ത് ഒരു ഇൻസിനേറ്റർ സ്ഥാപിച്ചിരിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു വിധ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവിടെ കരാറെടുത്തിരിക്കുന്ന ആളുകൾ ചില പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം പോകുന്നത് എങ്ങോട്ടേക്കാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ റെയിൽവേ പ്ലാറ്റ്ഫോമിനിടയിലുള്ള നിരവധി 3ഓളം മാൻഹോളുകളുണ്ട്. ആ മാൻഹോളുകളിലേക്കാണ് റെയിൽവേയുടെ പല മാലിന്യങ്ങളും പോകുന്നത്, ഇവിടുത്തെ സീവേജ് മാലിന്യങ്ങൾ പോകുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്, കുറ്റം ആരുടേത് എന്നുള്ളതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാവരും കൂടി ചേർന്നാലേ പരിശോധിക്കാൻ പറ്റൂ. നഗരസഭ വിചാരിച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടി കയറി ക്ലീനിങ് നടത്താനോ ഈ കാര്യങ്ങൾ ഇടപെടാനോ വേണ്ടി കഴിയില്ല. കാരണം ഇതൊരു സുരക്ഷാ മേഖല കൂടിയാണ്. അപ്പോൾ സുരക്ഷാ മേഖലയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ്റെ അനുവാദത്തോടു കൂടി അവരുടെ മേൽനോട്ടത്തോടു കൂടി വേണം നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ. ഒരേ സമയം നിരവധി ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകാനുള്ളതാണ്. അപ്പോൾ അതിനൊന്നും കോട്ടം തട്ടാതെ ഈ ക്ലീനിങ് നടത്തണം, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് റെയിൽവേ നഗരസഭയെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല, അവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രളയകാലത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും പറഞ്ഞു, ഇത് എല്ലാം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്ക് മാറ്റാൻ വേണ്ടി ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല. PWD റോഡിലുള്ള ഓടകൾ PWD നന്നാക്കണം, ഇറിഗേഷൻ്റെ കൈത്തോടുകളും തോടുകളും കനാലുകളും അവർ നന്നാക്കണം, നഗരസഭയുടെ അധീനതയിലുള്ള ഓടകളും മറ്റ് സംവിധാനങ്ങളും അവർ നന്നാക്കണം. ഞാനതാണ് സൂചിപ്പിച്ചത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ അധീനതയിലുള്ള ഓടകളും കനാലുകളും ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിന് നഗരസഭയുടെ സംവിധാനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്താം. ശുചീകരണ തൊഴിലാളികൾ ഉപയോഗിക്കാം, വാഹനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരമൊരു കോർഡിനേഷനാണ് ഈ പദ്ധതികൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി കൈകോർക്കുമ്പോഴല്ലേ നമുക്കത് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നഗരസഭ ഇത്തരത്തിൽ മാലിന്യം നീക്കാനായി മുൻകൈ എടുത്തതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കേസ് നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് അത്തരമൊരു വിഷയം വന്നത്. അന്ന് നഗരസഭയുടെ തൊഴിലാളികൾ ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവർ ഇതിനകത്ത് റെയിൽവേയുടെ അനുവാദമില്ലാതെ തന്നെ പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അന്ന് ആ ശുചീകരണ തൊഴിലാളികൾക്കെതിരെ നടപടിയിലേക്ക് പോയി കേസിൻ്റെ ഘട്ടത്തിലേക്ക് പോയതാണ്. തുടർന്നാണ് മേയർ ഇടപെട്ടുകൊണ്ട് ആ കേസ് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. അപ്പോൾ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കുമോ? കാരണം ഇന്നിപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട. പക്ഷേ ഇന്ന് റെയിൽവേ അധികൃതർ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല എന്നുള്ളതാണ്. പിന്നീടാണ് മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. ശ്രീ വി കെ പ്രശാന്ത് മേയറായിരുന്ന കാലത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന റെയിൽവേ അധികൃതർ ഇത്രമാത്രം വ്യാജമായ ഒരു കാര്യം പറയുകയാണ് എന്നതാണോ അതിൽ കരുതേണ്ടത്? ആ കേസ് വാസ്തവമല്ലേ? അല്ല, ആ കേസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ മേയറായി ചുമതല വഹിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട് കളക്ടറെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ മാലിന്യ നീക്കത്തിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോയത്. അന്ന് അത് റെയിൽവേ ചോദ്യം ചെയ്യുകയും അത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ചെയ്തുകൊള്ളാം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ അതാണ് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞത്. റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് നഗരസഭയോ മറ്റ് ഏജൻസികളോ തനിയെ കയറി ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി തുനിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടായാൽ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും. അപ്പോൾ അത്തരമൊരു അവസ്ഥ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ്? റെയിൽവേക്ക് എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്. ആ
ആ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ മാലിന്യം ക്ലീൻ ചെയ്യുകയും അങ്ങനെ ക്ലീൻ ചെയ്യപ്പെടുന്ന മാലിന്യം നഗരസഭയുടെ ഉത്തരവാദിത്വത്തിലൂടെ നിന്ന് മാറ്റുകയും വേണം. അപ്പോൾ ആ ഒരു കോർഡിനേഷനാണ് നമുക്ക് വേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ നിലയിലുള്ള ഒരു കോർഡിനേഷൻ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ റെയിൽവേയുടെ അടിയിലുള്ള ഈ മാലിന്യം മാറ്റുമ്പോൾ നഗരസഭയുടെ വാഹനങ്ങൾ ഉപയോഗിക്കാം, ശുചീകരണ തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്താം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ശരി.